നാട്ടുകാരൊരാൾ പോണല്ലേ അടുത്തുമ്പോ കൂടി പോകുമ്പോ ഏറ്റവും വലിയ പ്രയാസം എന്താണ് ഈ ചെറിയ കിടങ്ങുകളാട്ടോ. ശരിക്കും ഇതൊന്ന് മെയിൻറ്റെയിൻ ചെയ്യാതാണ് എന്താണ് ഈ പാലത്തിന്റെ ഇവിടെ പിരിവ് അതാണ് അതാണ് മീനാ വരുന്നുണ്ട് സാധനം സ്റ്റെപ്പായിട്ട് വരുന്നത് ചെമ്മീൻ ഇതിമക്കാണ് ഈ കൂമമ്പാലം എന്ന് പറഞ്ഞാൽ ഇതിമക്കാണ് നമ്മൾ അത്രയും ML ഇരിക്കുമ്പോൾ ഫസ്റ്റ് ഫണ്ട് ഇതിമക്കാണ് പാസ്സാക്കിയത്. ഭാവിയിൽ ഇവിടെ ഇവര് ഇത് തടഞ്ഞുകൊണ്ടിരിക്കും. ഇവിടെ മുസ്ലിം ലീഗിന്റെ ഒരു കുത്തിക സ്ഥലമല്ല മുസാദിക്കൊക്കെ പോവല്ല നമുക്ക് എന്തൊക്കെ വീഡിയോ കിട്ടുന്നേ എന്തൊക്കെ വീഡിയോ കിട്ടും വണ്ടിയാ ഓടിക്കലാ പോയി നോക്കാം മീൻ എന്താന്നാ അതെന്ന് വിവരം കിട്ടീനാ കിട്ടിയില്ല പോയി നോക്കാം ഇന്ന് കടപ്പുറത്ത് കേട്ടോ നേരക്കളെ വരാം താങ്കൾ പോയിട്ട് ഇനി നല്ലതാണ് അപ്പൊ എടുക്കണ നോക്കാലോ നമുക്ക് നാട്ടുകാരൊരാൾ പോണല്ല ആയിക്കോട്ടെ അപ്പൊ നമ്മള് നേരെ താന്നൂർക്ക് പോട്ടെ വട്ടത്താണ് എത്താനായി നല്ലൊരു മാർക്കറ്റാരെ ഒരു ഓർഡർ ഷാപ്പ് നല്ല സെറ്റ് പോകും നേരെ നമ്മള് വട്ടത്താണ് എടുത്തിട്ട് ട്രെയിന് പോണ ആ സൈറ്റില് ഏതാ വണ്ടി ഫുള്ള് AC ഉള്ള ഫുള്ള് AC വണ്ടി കേട്ടാ ഏതാ നേക്ക് വട്ടത്താണ് എത്തി വളരെ എളുപ്പത്തിലെത്തട്ടെ അങ്ങനെ നമ്മളെ പുത്തനൊരു പാലാണ് കയറി കഴിഞ്ഞാല് താന്നൂരെത്തി അടുത്തുമ്പോ കൂടി പോകുമ്പോ ഏറ്റവും വലിയ പ്രയാസം എന്താണ് ഈ ചെറിയ കിടങ്ങുകളാട്ടോ. ശരിക്കും ഇതൊന്ന് മെയിൻറ്റെയിൻ ചെയ്യാതാണ് എന്താണ് ഈ പാലത്തിന്റെ ഇവിടെ പിരിവ് വാങ്ങണ പറയുമ്പോൾ വലിയ സങ്കടം കേട്ടോ. ഇവിടെ ഇത് പിരിവ് എന്താ അഭിപ്രായം നല്ല പ്രശ്നമാണ്. അത് മാത്രമല്ല ബസ്സിലൊക്കെ പോകുമ്പോൾ വയറ്റിലുള്ളവർക്കൊക്കെ വലിയ ക്ഷീണമല്ലേ. എന്നിട്ട് നമ്മളിവിടെ പിരിവ് വാങ്ങുന്നുണ്ട്. പിരിവ് വാങ്ങുന്നവർക്ക് എന്താ ചെയ്യാം ആ ഒരു ഗ്യാപ്പുകള് വെള്ളം പോകാനുള്ള സൈഡിൽ ഗ്യാപ്പ് ഉണ്ട് എങ്കിലും കൂടിയിട്ട് അത് എന്താ ചെയ്യുക ഒന്ന് ക്ലിയർ ചെയ്യാന്നാണ് നമ്മളെ അഭിപ്രായം. ഇതിനെതിരെ നമ്മൾ പ്രതിഷേധം നമ്മൾ അറിയിക്കണേ. ഇവിടെ പിരിവെടുത്തുണ്ട് പക്ഷെ ആ റോഡൊന്നും ക്ലിയർ ആയിട്ടില്ല. റോഡ് കടൻ അങ്ങനെ പോണേ റെയിൽമേ കൂടി പോണായിരിക്കും. റെയിൽമേ കൂടി പോകുമ്പോൾ നല്ല സൂപ്പർ ആയിട്ടല്ലോ ആയിക്കോട്ടെ. റെയിൽവേ പാലത്തിൽ മുറിച്ചെടുക്കണം പോകുമ്പോ ഏറ്റവും സുന്ദരമായിട്ട് കാണാൻ പറ്റുന്ന പുത്തനത്തൊരു പള്ളിയാണ് കേട്ടാ. ഒരു പള്ളിയും കൂടി ഉണ്ട് താന്നൂര് പള്ളി ഉണ്ടല്ലോ. ഇത് നടക്കാവ് പള്ളി പുത്തനത്തൂരല്ല നടക്കാവ് പള്ളി. നല്ല അടിപൊളി പള്ളിയാട്ടോ മാഷാ. ഏതോ ഒരു ഭംഗിയാണ്. എൻ്റെ മക്കൾ വരുമ്പോൾ എപ്പോഴും ഇത് കാണുമ്പോൾ പറയും മക്കത്ത് കൊണ്ടപ്പിച്ചേ നല്ല സുന്ദരമായൊരു പള്ളിയാണ്. താന്നൂർ റെയിൽവേ സ്റ്റേഷൻ ബസ് സ്റ്റാൻഡ് പിന്നെ ഇവിടുന്ന് നേരെ തിരിഞ്ഞാൽ കടപ്പുറ റോഡ്. നമ്മൾ താന്നൂർ ജംഗ്ഷനിൽ എത്തിട്ടോ മക്കളെ. താന്നൂരെത്തി ഇവിടുന്ന് നേരെ ബോർഡുണ്ട് ബീച്ച് കാര്യങ്ങൾ ഫുള്ള് ഹാർബർ പോലീസ് സ്റ്റേഷനൊക്കെ ഇവിടുണ്ട്. നേരെ നമ്മളെന്ത് ചെയ്ത് പാലം കയറി താന്നൂർ അങ്ങാടി എത്തിയിട്ടാണ്. ഇത് അങ്ങാടിയല്ല താന്നൂർ മാഷാ. പള്ളീൻ്റെ പണി ഏകദേശം ഫുള്ള് കഴിഞ്ഞില്ല. ഫുള്ള് കഴിഞ്ഞ് ഇപ്പം നോമ്പിന് മുന്നേ കഴിഞ്ഞിട്ടുള്ളത് കുറച്ച് മുമ്പ് കഴിഞ്ഞില്ല. ഇതിന് നേരെ ബീച്ച് റോഡ് കണ്ട് കയറിയിട്ട് അത് ഇവിടെ തന്നെ അല്ലേ കയറണേ. ഈ പള്ളിയുടെ എന്താ സെറ്റപ്പാക്കി നേരെ ബീച്ച് നേരെ നമ്മൾ ഐസ് എടുക്കാനായിട്ട് കയറുന്ന സംഭവം. നേരെ ഐസ് കയറ്റുക മീനിങ്ങനെ കയറ്റി ഇങ്ങനെ ഐസ് ഇട്ടുണ്ട് കാക്കാം. പിന്നെ ഞങ്ങളിതാ നേരെ ഞങ്ങളെ വണ്ടി വെച്ച് ഐസ് ഇവിടെ നിന്ന് ഇങ്ങോട്ട് കട്ട് ചെയ്ത് ഇതിനോട് തരും. പെട്ടി ഐസിന് 100 രൂപ ഉണ്ട് കൊടുത്ത്. ഇവിടെ വരുന്ന വണ്ടികൾ കണ്ടപ്പോൾ സത്യം പറഞ്ഞാൽ അത്ഭുതം പോയിട്ട് പോയിട്ടാ. എന്താ ഡിസൈനുള്ള വണ്ടി അറിയാം. ബ്ലോക്കിലാക്കിയിട്ട് ഐസ് കൊണ്ടുപോകണം. അങ്ങനെ ഓരോ ബ്ലോക്കിൽ ഓരോ നേരതാ ഇവിടെ താന്നൂർ മത്സ്യബന്ധന തുറമുഖം. പിന്നെ പുതിയ ബിൽഡിങ്ങിൻ്റെ പണികൾ ഇങ്ങനെ നടന്നുകൊണ്ടിരിക്കുന്ന ഒരുപാട് വാഹനങ്ങൾ ബസ് കാര്യങ്ങളൊക്കെ പാർക്ക് ചെയ്തിട്ടുണ്ട്. ഈ ബസ് കാണുമ്പോൾ ടൂറിസ്റ്റ് കേന്ദ്രം നിങ്ങൾ വിചാരിക്കേണ്ട. പക്ഷേ ഇവിടുത്തെ തൊഴിലാളികളെ കൊണ്ടുപോകാൻ വേണ്ടിയിട്ട് സെറ്റപ്പ് ചെയ്ത ബസ്സാട്ടത്. പിന്നെ അതേപോലെ തന്നെ ഇതിൻ്റെ കവാടങ്ങളൊക്കെ വിയദ്രമാൻ മന്ത്രി വന്നതിൻ്റെ സമയത്ത് ഇങ്ങനെ അടിപൊളിയാക്കിയിട്ടുണ്ട് കേട്ടോ. പക്ഷേ ഒന്നുകൂടി വർക്കുകൾ പുരോഗമിച്ചുകൊണ്ടിരിക്കുകയാണ്. ഏറ്റവും മനോഹരമായിട്ട് ചെയ്യാൻ ചാൻസ് ഉണ്ട്. ഒക്കെ കണ്ടില്ല ഈത്തപ്പഴത്തിൻ്റെ ചെടികൾ കാര്യങ്ങളൊക്കെ കുറച്ച് നല്ല സെറ്റപ്പ് ആക്കിയിട്ട് ചെയ്തിങ്ങനെ ഒന്നാനായിട്ട് ആളുകൾ ഉണ്ടാവില്ല എന്ന് കണക്കിടുന്നു. പക്ഷേ ഇവിടെ വാഹനങ്ങൾ തിരക്കാണ്, നല്ല തിരക്കാണ്. അതായത് അത്യാവശ്യം മീൻ ഇവിടെ ഉണ്ട് എന്നാണ് വിലയിരുത്തുന്നത്. എന്തൊക്കെ കിട്ടി? മത്തിയും ചെമ്മീനോ? ഇതാണല്ലേ നല്ല ചെമ്മീൻ ഇറങ്ങി. നല്ല മത്തിയും ചെമ്മീനും കൂടി മിക്സ് ആയിട്ടുള്ളതും ചെമ്മീനുമാണ് ഇട്ടെടുത്തത്. ഇല്ലെന്ന് വെച്ചാൽ ഇവിടെ ചെറിയ കച്ചവടക്കാർ ഇങ്ങനെ വെച്ച് വെക്കുന്നുണ്ട്. ഇവിടെ മീനാണ് ലേലം പോയ മീനാട്ടോ. ലേലം പോയ മീനാണ് ഇതേപോലെ സെറ്റാക്കി കൊടുക്കുന്നത്. അതിൻ്റെ ഇടയിൽ പരുന്ത് കോരിക്കൊണ്ടേ ഒരു വർഷം അതുണ്ട്.
ഒരു ഇറക്കി നേരെ വിറ്റ് പോയില്ലത് പൊടിക്കാനുള്ള പൊടിക്കാനുള്ള പൊടിക്കാൻ വേണ്ടി മാറ്റി വെച്ചാണല്ലോ. ഇവിടെ ആയം കുറഞ്ഞു കഴിഞ്ഞാൽ വേസ്റ്റ് എടുക്കാൻ വേണ്ടിയിട്ടുള്ള സംവിധാനം കണ്ടില്ല ഇവിടെ. എന്താണ് മീനാ വരുന്നുണ്ട്, സാധനം സ്റ്റെപ്പായിട്ട് വരുന്നത്. ചെമ്മീനാണെങ്കിൽ സാധ്യതല ഇങ്ങനെയാണ് മീൻ ഇവിടെ ഇറങ്ങുന്നത് കേട്ടോ. അവരെ നിൽക്കുന്ന ഓരോ സ്പോട്ടിൽ അത് കഴിഞ്ഞാൽ താഴ്ത്തി കണ്ടു ഞാനും തൊക്കെ കൂടി ഇവിടെ എത്തിയിട്ടാ. അത് നോക്കുന്നു ഇതിമ പിടിച്ചിട്ട് ഇങ്ങനെ മത്തി വെച്ചാ നമുക്ക് കൂട്ടാൻ ലേസം മീൻ വാങ്ങി നേരെ വിട പറയാട്ടാ. സംഭവം തകൃതി ഒരു പണിയെടുക്കുക. നല്ല ചാകരട്ടാ, രസമുള്ള ബുള്ളറ്റ് ഓക്കെ സെറ്റായി. സാധനം ഫുള്ള് ലോഡായി. എന്തായി മത്തി മക്കളെ, മത്തി ഇഷ്ടം പോലെ ഉണ്ട്. മത്തി ആരും അങ്ങനെ വിലക്ക് കൊള്ളില്ല. മത്തി മാണ്ടാതെ പൊടിച്ചാൻ പോകണില്ല. മത്തി പൊടിക്കാൻ പോകുന്നത് അന്നത്തെ പണ്ടത്തെ നോമ്പായതുകൊണ്ട് മത്തി നമ്മളെ ആൾക്കാരും മേങ്ങൂല. കുറഞ്ഞ ആൾക്കാരെ മേങ്ങുള്ളൂ. നോമ്പ് പറക്കുമ്പോൾ മുകളിടാൻ വേണ്ടി ഭർത്താവിന് മത്തി ആരും ഉപയോഗിക്കില്ല. അപ്പോൾ കുറഞ്ഞ മീൻ എന്തായാലും മത്തി ആൾക്കാർ മേങ്ങുള്ളൂ. സംബന്ധി നമുക്ക് ഇവിടുന്ന് വീട് വാങ്ങാം. നേരെ ഇവിടുന്ന് ഇറങ്ങിയിട്ടാ ഇവിടുന്ന് നേരെ ഇനി പൊന്നുണ്ടാവും ബൈപ്പാസ്. ഇവിടെ നേരെ തിരിച്ച് അതേപോലെ തന്നെയാണ് കയറേണ്ടത്. അങ്ങനെ വരുമ്പോൾ ഈ പള്ളി ഇപ്പോൾ നല്ല സെറ്റപ്പ് ആക്കിയാണ് നമുക്ക് പിന്നെയും പറയാനുള്ളത്. പള്ളി നല്ല ഇപ്പോഴുള്ള പള്ളിയാണ്. അതേപോലെ ഈ പള്ളിയുടെ പുറത്തൊരു കുളം ഉണ്ടായിരുന്നു, ഉപ്പില്ലാത്ത വെള്ളമുള്ളൊരു കുളം ഉണ്ട്. ഈ ഇതായിട്ട് കണ്ണു കുളം ഇതിൻ്റെ ബാക്കിലാണ്. ഇവിടെ സൗകര്യങ്ങളൊക്കെ വന്നാൽ നമ്മുടെ ഈ മക്കാമിൻ്റെ തൊട്ട് ബാക്കിലായിട്ട് ഒരു സൗകര്യമുള്ള കുളമുണ്ട്. ഇവിടെ ഒരു മക്കാമുണ്ട് കാറ്റ് പോകാൻ പറ്റില്ല. ഇതിപ്പോൾ കൂടി ബസ് വരുന്നുണ്ടല്ലോ ഇപ്പോൾ. വേറെ വണ്ടിക്ക് ഇറക്കാൻ പറ്റൂല. പിന്നെ അതെന്താ വികസനം അല്ല, അത് ഇതിമക്കാണ് ഈ കൂമമ്പാലം എന്ന് പറഞ്ഞാൽ ഇതിമക്കാണ് നമ്മൾ അത്രയുമായി MLA ഇരിക്കുമ്പോൾ ഫസ്റ്റ് ഫണ്ട് ഇതിമക്കാണ് പാസ്സാക്കിയത്. ഇവിടുത്തെ ആളുകളായി തടഞ്ഞുകൊണ്ട് ആണ്. കാരണം എന്ന് പറഞ്ഞാൽ അപ്പുറത്തെ ഇപ്പുറത്തെ ബിൽഡിങ് എല്ലാം പോവും ആ പൊളിച്ചിട്ടുണ്ടെങ്കിൽ. അത് കാരണം അതിന് സപ്പോർട്ട് ചെയ്തിട്ട് നമ്മൾ ഇപ്പോഴത്തെ മുനിസിപ്പാലിറ്റി അതിന് തടസ്സം നിന്നുകൊണ്ടിരിക്കുകയാണ്. അതുകൊണ്ടാണ് ആ പാലം ഈ ബ്ലോക്ക് ഇങ്ങനെ ഉണ്ടായിക്കൊണ്ടിരിക്കുന്നത്. എന്തായാലും ഭാവിയിൽ വികസനം വരേക്കാരം. ഭാവിയിൽ ഇവിടെ ഇവര് ഇത് തടഞ്ഞുകൊണ്ടിരിക്കും. ഇവിടെ മുസ്ലിം ലീഗിന്റെ ഒരു കുത്തക സ്ഥലമല്ല ഏരിയയാണല്ല ഈ മുനിസിപ്പാലിറ്റി ഭരിക്കണ മുനിസിപ്പാലിറ്റിയാണ്.